ഹായ് ഫ്രണ്ട്സ്, വയനാട് പ്രീമിയം ഹണി ഓൺലൈനിൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ വയനാട് പ്രീമിയം ഹണി തുടങ്ങിയതിൻ്റെ ഒരു ജേണി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്നെനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു സ്റ്റോറി ഉണ്ട്. കാരണം എൻ്റെ കഴിഞ്ഞ 28 വർഷത്തോളമായി ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് കച്ചവടക്കാരനാണ് ഞാൻ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് ഞാൻ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനെങ്ങനെ ഒരു ഹണി കച്ചവടക്കാരനായി മാറി എന്നത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഞാൻ ഒരു ദിവസവും മീനങ്ങാടി, വയനാട് ജില്ലയിൽ മീനങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യുക, കോഴിക്കോടേക്ക് ഉള്ള ജേണിക്ക് വേണ്ടി അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിർത്തുകയാണ്. അപ്പോൾ ഒരു ഇന്നോവ കാറാണ്, ഒരു വലിയ കാറ് പെട്ടെന്ന് വന്ന് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാരാ ഇങ്ങനെ വന്ന് നിർത്തിയതെന്ന് നമ്മളൊരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ നോക്കിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ പഴയകാല എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്നോട് വിശേഷങ്ങളൊക്കെ തിരക്കി. ഞാൻ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച്, അപ്പോൾ പണ്ടത്തെ ലോക്യങ്ങളൊക്കെ പുതുക്കി, എന്നാൽ പിന്നെ നമ്മൾ പിരിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പുറകിൽ നിന്ന് വലിയൊരു പെട്ടിയിൽ നിന്ന് 1 കിലോ ഹണിയുടെ ഒരു ബോട്ടിൽ അദ്ദേഹം എനിക്ക് എടുത്ത് തരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താണ്, ഹണിയും നീയും തമ്മിൽ എന്താണ് ബന്ധം? നീ ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വയനാട്ടിൽ വരും, ഹണി കളക്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് ഖത്തറിലേക്ക് ഞാൻ കൊണ്ടുപോവാറുണ്ട്. കുറച്ച് ആളുകൾക്കൊക്കെ വിൽക്കാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യുന്നൊരു പണിയാണെന്ന് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ പിരിയാൻ നേരത്തെ അദ്ദേഹം എനിക്കൊരു കിലോ ഹണി ഗിഫ്റ്റായിട്ട് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാഷ് തന്നാൽ ഒരു 2-3 കിലോയും കൂടെ തരുമോ എന്ന് ചോദിച്ചു. നീ ക്യാഷൊന്നും തരണ്ട, എങ്കിലും കൂടി ഞാൻ ക്യാഷ് കൊടുത്ത ഒരു 3 കിലോ, അങ്ങനെ മൊത്തം 4 കിലോ ഹണി ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു, അദ്ദേഹം പോയി. അപ്പോൾ ഈ ഹണി ഞാൻ ഒരു കവറിൽ ഞാൻ ബസ്സിൽ കയറി എൻ്റെ സ്വന്തം നാട് കോഴിക്കോടാണ്. കോഴിക്കോടേക്ക് ഞാൻ പോയി. എൻ്റെ ഉമ്മാക്കും കൂടെ ഒരു ഹണി ഗിഫ്റ്റായിട്ട് കൊടുത്തു. കഴിച്ച് 3 കിലോ ഹണി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനൊരു ബാഗിലിട്ട് നേരെ തിരിച്ച് സുൽത്താൻ ബത്തേരി എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ വന്നു. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു ഐഡിയ തോന്നി, ഈ ഹണി ഒന്ന് ആവശ്യക്കാർക്ക്, ഷോപ്പുകാർക്ക് കൊടുത്ത് വിൽപ്പന നടത്തിയാലോ, ഒരു ലാഭം എടുത്ത് വിൽപ്പന നടത്തിയാലോ എന്നൊരാശയം എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആൾ ഇടയ്ക്ക് ഹണി കച്ചവടം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് 1 ബോട്ടിൽ അദ്ദേഹത്തിന് കൊടുത്തു. അതിന് ഒരു നിശ്ചിത വില പറഞ്ഞു. അദ്ദേഹം ആ പൈസ അപ്പോൾ തന്നെ എനിക്ക് തന്നു. 1 ബോട്ടിൽ നേരെ കുറച്ച് അപ്പുറത്തുള്ള ഒരു പച്ചക്കറി കടയിലുള്ള അദ്ദേഹവും ഇടയ്ക്ക് ഹണി കൊണ്ടുപോയി വെക്കാറുണ്ട്. അയാൾക്ക് ഞാൻ 1 കിലോ ഹണി വിറ്റു. അതിൻ്റെ ക്യാഷും അദ്ദേഹവും തന്നു. പക്ഷേ എൻ്റെ നേരെ ഷോപ്പിൻ്റെ മുന്നിലുള്ള ഒരു പലചരക്ക് കച്ചവടക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അനിയേട്ടൻ എന്നാണ്. അനിയേട്ടൻ്റെ കടയിൽ ഞാൻ 1 കിലോ ഹണി കൊടുത്തു. അനിയേട്ടാ, ഇങ്ങനെ ഒരു നല്ല ഹണിയുണ്ട്, അപ്പോൾ നിങ്ങളിത് എടുക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വാങ്ങിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഒറിജിനൽ ആണോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നെനിക്കൊരു സംശയമുണ്ട്, ഞാനൊന്ന് പരിശോധിക്കട്ടെ. എൻ്റെ അടുത്ത് എസ്റ്റേറ്റൊക്കെ നടത്തുന്ന ചില സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്, ഹണിയെക്കുറിച്ചൊക്കെ അറിയുന്നത്, അവരൊക്കെ വന്ന് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി വെച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അനിയേട്ടാ, എന്തായി സ്ഥിതി? അല്ല, അത് നിങ്ങളെ ഹണി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ, പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അയാളൊരു ആശങ്കയും സംശയമൊക്കെ പ്രകടിപ്പിച്ചു. അങ്ങനെ ഏകദേശം പിന്നെ അത് മനസ്സിൽ നിന്ന് വിട്ടുപോയി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല, എൻ്റെ ഹണി നിങ്ങൾ കച്ചവടം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല സക്കീർ കാതാ, നിങ്ങളുടെ ഹണി അതാ അതിൻ്റെ ആ തട്ടിൻ്റെ പുറത്ത് അവിടെ തന്നെ അതാ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാലൊന്ന് തീരുമാനിക്കണം, ഒന്നുകിൽ നിങ്ങൾ ആ ഹണി എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യാഷ് എനിക്ക് തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഡ്യൂപ്ലിക്കേറ്റാണ്, നിങ്ങളത് എടുത്തോളി, തിരിച്ചു കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ തടസ്സങ്ങളും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് എടുത്തു തരാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരു ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കിയിട്ട്.
അത് വല്ലാത്തൊരു ചിരിയായിരുന്നു. ഞാൻ ചോദിച്ചത്, എന്താ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ല സക്കീർക്ക, നിങ്ങളൊരു 30 കിലോ ഹണി നിങ്ങൾ കൊണ്ടുവരി, എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, അത് നിങ്ങൾ നോക്കണ്ട, വയനാട്ടുകാർക്ക് നിങ്ങൾ ഹണിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട, നിങ്ങളൊരു 30 കിലോ ഹണി പറ്റുമെങ്കിൽ കൊണ്ടുവരി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ 1 കിലോയും 2 കിലോയും അല്ല അദ്ദേഹം പറഞ്ഞത്, 30 കിലോ ഹണി ഒറ്റയടിക്ക് എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്ട്രൈക്കായി, ഒരു സന്തോഷമായി. അപ്പോൾ എനിക്ക് തോന്നി, ഇത് നല്ലൊരു കാര്യമാണല്ലോ, 100% ക്വാളിറ്റിയുള്ള ഒരു സാധനം. പ്രത്യേകിച്ച് നമ്മളെ എല്ലാവരുടെ വീട്ടിലും ചെറിയ മക്കൾ മുതൽ പിന്നെ മുതിർന്ന പ്രായമുള്ള ആളുകൾ വരെ സാധാരണ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധം കൂടിയാണല്ലോ ഹണി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഔഷധത്തിന് ഈ ഇത്ര ഒരു 30 കിലോ ഒറ്റയടിക്ക് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല രീതിയിൽ വാല്യുബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ച്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് 30 കിലോ ഹണി ഒരു 2-3 ദിവസത്തിനുള്ളിൽ മറ്റേ ആളുമായി ബന്ധപ്പെട്ട് ഞാൻ അയാൾക്ക് എത്തിച്ചു കൊടുത്തു. പിന്നീടത് പല ആളുകളും ഇങ്ങനെ മെല്ലെ മെല്ലെ അറിയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചുറ്റുഭാഗത്തും ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു. ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹോൾസെയിലായിട്ട് എൻ്റെ അടുത്ത് വരും. എൻ്റെ കച്ചവടം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് എനിക്ക് അതിൽ വല്ലാതെ ശ്രദ്ധിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, 30 കിലോ 20 കിലോ 50 കിലോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 6 മാസം ഇവർ കണ്ടിന്യൂ ഇങ്ങനെ കൊണ്ടുപോകാൻ ആരംഭിച്ചു. അങ്ങനെ കച്ചവടം തരക്കേടില്ല. എൻ്റെ ഇലക്ട്രോണിക്സ് കച്ചവടത്തെക്കാളും നല്ല കച്ചവടം ഇതിൽ നടക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ന്യായമായ ഒരു മാർജിൻ എടുത്തിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ജീവിക്കാൻ ആവശ്യമായൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇനി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹണി എടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഒറ്റയടിക്ക് എല്ലാവരും ഹണി എടുക്കില്ല, എന്താ ഹണീൻ്റെ എന്തോ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, അങ്ങനെയല്ല, കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ വെറും ഒരു പ്ലെയിനായ കുപ്പിയിൽ ഹണി കൊടുക്കുമ്പോൾ അതിനൊരു സ്റ്റിക്കർ വേണ്ടേ, MRP വേണ്ടേ, FSSAI രജിസ്ട്രേഷൻ വേണ്ടേ, ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നിങ്ങനെ അവർ വേവലാതികളൊക്കെ എന്നോട് പങ്കുവെച്ച്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഞാൻ ഹണി തരില്ല. ഇന്നു മുതൽ ഹണി തരണമെങ്കിൽ ഞാൻ ഈ പിന്നെ ബോട്ടിലും സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഹണി തരുള്ളൂ എന്ന് ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാൻ ഹണിയെക്കുറിച്ചുള്ള ഗവേഷണത്തിലായി. ഈ ഹണീൻ്റെ ക്വാളിറ്റി, അത് എത്രത്തോളം, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ, എന്തുകൊണ്ടാണ് ഹണീനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പല ആളുകളും ഇങ്ങനെ പറയാനുള്ള കാരണം എന്നതിനെക്കുറിച്ചൊക്കെ ഗവേഷണം ചെയ്യാൻ തുടങ്ങി. പിന്നെ നല്ലൊരു ബോട്ടിൽ സെലക്ട് ചെയ്യാനും നല്ല ഒരു ബ്രാൻഡ്, ഒരു ചിഹ്നം, ഒരു ഡിസൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് 2-3 മാസത്തോളമായി ഞാനിങ്ങനെ ഗവേഷണത്തിൽ ഏർപ്പെട്ട് അവസാനം ഏകദേശം ഫൈനലായിട്ട് രൂപം എത്തി. വയനാട് പ്രീമിയം എന്നുള്ളൊരു പേരിട്ട് അതിനൊരു ലോഗോ എൻ്റെ മകനുണ്ടാക്കി തന്ന് അങ്ങനെ ഒരു ബോട്ടിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ എല്ലാം ആയതിനു ശേഷം അതിൽ ഞങ്ങൾ വയനാട് പ്രീമിയം ഹണി ഫില്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു അടിപൊളി പ്രൊഡക്റ്റ്. അപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു ഇമ്പ്രഷൻ തോന്നി. കാരണം നല്ല വാല്യുബിളായിട്ടുള്ള അത്രയും നമ്മൾ പരിശോധിച്ച് ലബോറട്ടറിയിൽ കൊടുക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, ചിലത് ഫെയിലിയർ ആവുന്നു, വീണ്ടും ഹണി എടുക്കുന്നു, വീണ്ടും ലബോറട്ടറിയിൽ കൊടുക്കുന്നു, പരിശോധിക്കുന്നു. അപ്പോൾ ലാബ് ടെസ്റ്റ് പെട്ടെന്ന് കിട്ടില്ലല്ലോ, ഒരു 15-20 ദിവസം എടുക്കും ലാബ് ടെസ്റ്റ് കിട്ടാൻ. ഒന്ന് കൊടുത്തു, അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി, പിന്നൊന്ന് കൊടുത്തു, പിന്നെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. അങ്ങനെ ഇതൊക്കെ പരിശോധിച്ച് വളരെ സുതാര്യവും നല്ല വ്യക്തവും 100% കറക്റ്റായിട്ടുള്ള ഹണി തന്നെ ജനങ്ങൾക്ക് വാല്യൂ ആയിട്ട്, വയനാട് പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം എന്ന ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ് പുറത്ത് വരുന്നത്. അന്ന് മുതൽ ഞാൻ ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ ഹണി നിങ്ങൾ നോക്കൂ. അപ്പോൾ അവരൊക്കെ അതിശയപ്പെട്ടു, വളരെ സന്തോഷമായി, വളരെ എക്സൈറ്റ്മെൻറ്റ് ഒരു മൂഡിലായിരുന്നു എല്ലാവരും. കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു ബോട്ടിലും ഒരു ക്വാളിറ്റിയും ഒക്കെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് എല്ലാവരും പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ഞാൻ ഈ ഹണി ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി.
ഇതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു സ്റ്റോറി.